All right, everyone, it's time to switch gears and get ready for a hilarious performance. We have usually seen the gentlemen of our church in very serious roles. Get ready to see a different side of them, and let's have some laughter and fun. Welcoming gentlemen of our church for a wonderful and humorous performance. Sit back, relax, and enjoy. പകലിന് പുളകമായി സന്ധ്യയുടെ മടിത്തട്ടിൽ ഒരു പിടി കലാരൂപങ്ങൾ അണിഞ്ഞൊരുങ്ങുമ്പോൾ അവരിൽ ഞങ്ങളും ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ, അയ്യോ കൂട്ടമൊന്നുമില്ല, 4-5 യുവാക്കൾ, അല്ല യുവാക്കളുമല്ലല്ലോ, മധ്യവയസ്കർ എന്ന് വെച്ച് സുന്ദരന്മാരും കലാകാരന്മാരും തന്നെ. അവർ അത്ര നിസ്സാരക്കാരൊന്നുമല്ല, പാടാൻ മറന്നവർ, എന്നാലും പാടും. ചിരിയുടെ നൂലാമാലയിൽ നൃത്തത്തിൻ്റെ ചവിട്ടും തൊഴികളും കൂട്ടിച്ചേർത്ത് ഒരു കംപ്ലീറ്റ് ഷോയുമായി സെൻറ് തോമസിൻ്റെ കുട്ടികൾ നിങ്ങളുടെ ഹൃദയം കീഴടക്കുന്നു. കയറി പൊളിക്കണം മക്കളെ. എന്തുണ്ട്, കുറേ നാളായല്ലോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പഠിത്തവും പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ട് പോകുന്നു. ഞാൻ പിന്നെ വിളിച്ചത്, നമ്മുടെ കതിരീഷിന്റെ കല്യാണല്ലേ വരുന്നത്, അതിന് നമ്മുടെ സിമ്പിൾ ബോയ്സിന്റെ വക പരിപാടിയൊക്കെ ഇല്ലേ? സിമ്പിൾ ബോയ്സിന്റെ പരിപാടി അത് സുഖമായിട്ട് പറ്റും. പക്ഷെ ഇപ്പൊ നിലവിൽ അവർ വലിയൊരു സംഭവത്തിലാണ്. അവരിപ്പോ ഒരു ഗാനമേളയ്ക്ക് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഗാനമേളയോ? അതിപ്പം തുടങ്ങി? അവരുടെ ഒരു സ്ഥിരം കോമാളിത്തരം ഉണ്ടല്ലോ, മനുഷ്യനെ വെറുപ്പിക്കുന്ന ഒരു പരിപാടി, അതില്ലേ ഇപ്പം? അവരുടെ പരിപാടി കാണാൻ വേണ്ടി ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോവാ. ഏതായാലും അവിടെ പോയിട്ട് നല്ല റിവ്യൂ പറഞ്ഞാണെങ്കിൽ തിരിച്ചു വരാം. ഞാൻ തന്നെ വിളിക്കാം കേട്ടോ. ആദിയിലല്ലോ അരന്തമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, ആദിയിലല്ലോ അരന്തമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, ആദിയിലല്ലോ അരന്തമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, ആദിയിലല്ലോ അരന്തമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, ആദിയിലല്ലോ അരന്തമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ. തന്നാനേ താരാതിര തന്നാനേ താര, താരാതിര തന്നാനേ താര, തന്നാനേ താരാതിര തന്നാനം താര, തന്നാനേ താരാതിര തന്നാനം താര. വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ. വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ, വെട്ടമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ഒരക്കാലം പോലായുഗത്തിൽ. നമ്മൾ എന്തുപോലെ പ്രൊഫഷണൽ സിംഗിങ് തുടങ്ങിയേ? നമ്മൾ മനുഷ്യനെ പറ്റിക്കുന്ന കുറെ പരിപാടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിർത്തിയ പരിപാടി. അല്ല, അതിപ്പോ എങ്ങനെ നമ്മൾ തുടങ്ങുന്നേ? അതിനിപ്പോ എന്താ, വേറെ വെടിയും പുകയും വേണമായിരിക്കും. വെടിയും പുകയൊന്നും വേണ്ടിയില്ലെങ്കിലും മിനിമം നമ്മുടെ ആ ഒരു ഇൻട്രോ മ്യൂസിക് ഉണ്ട്, അതുണ്ടായിരിക്കണം. പിന്നെ പേരൊക്കെ ഒന്ന് ഒരു വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വരണം. ഓഹോ, ചുരുക്കം പറഞ്ഞാൽ ഇതൊന്ന് കളറാക്കണം.
അതെ, കളറാക്കണം. ചേട്ടാ, ആ രണ്ടാമത്തെ USB ഒന്ന് പ്ലേ ചെയ്തേ. നമുക്കൊന്ന് കളറാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. Who am I? It don't really matter though if you about to die. You can run, you can fight, either way it's the same outcome when I ride. Last chance, you ready to tango? This your last dance. Get ready with ammo, get the squad ready. You it's about to get heavy. Yeah, I'm here to make you hurt. That's the only way I work. We gon' put 'em in the dirt. Can't nobody save you. Yeah, I'm here to make you hurt. That's the only way I work. We gon' put 'em in the dirt. Yeah, I'm here to make you hurt. What? 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 എടാ, എന്ത് മാറിയെന്ന ആളിയാ? എടാ, പാട്ട് മാറിയെന്ന്. മിസ്റ്റർ സജ്ജദ്, ഈ പാട്ട് തന്നെയാണോ ഞങ്ങൾ നിങ്ങൾക്ക് തന്നത്? ഓ സോറി, ആ പെൺഡ്രൈവ് എടുക്കാൻ ഞാനങ്ങ് മറന്നുപോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ, ഏതെങ്കിലും ഒരു പാട്ടങ്ങിട്. അതെങ്ങനെ ശരിയാകും? ഈ മണ്ണിന് മീതെയുള്ള എല്ലാ ഡാൻസും പാട്ടും ഈ ജഗന്നാഥന് സമമാണ്. അതെങ്ങനെ? എടാ, ഒന്നിനും കളിക്കാൻ അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഉള്ളതുപോലെ കളിക്കുക. എങ്കിൽ പിന്നെ ഒരു ഈശ്വര പ്രാർത്ഥനയിൽ തുടങ്ങിയാലോ? വാർദ്ധക്യായി ഞങ്ങൾ സമ്മതിക്കാൻ വയ്യ. ഫാഷൻ ഇത്തിരി കൂടുണ്ട്. അല്ല, എന്നൊരു ജനസംസാരം ഉണ്ടേ. ഗോവർദ്ധൻ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഹാർട്ട് കണ്ടീഷൻസ്, BP, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ, അങ്ങനെ എന്തെങ്കിലും? എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. വെറും 31 വയസ്സുള്ള ഒരു ബാച്ചിലറാണ് ഞാൻ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ, കൊമ്പിട് കുറുങ്കുഴൽ കൊട്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല, അതുകൊണ്ട് സോറി. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒട്ടണത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. പാർവതി നമ്പ്യാർ. ഞാൻ ഒരു പാർവതി നമ്പ്യാരെ വിളിക്കുന്നു. ഈ പാർവതി നമ്പ്യാർ? പാർവതി നമ്പ്യാരല്ല, പ്രൈവറ്റ് നമ്പർ എന്നാ. എന്ത് കാണണം, എന്ത് കാണേണ്ട എന്നത് നിങ്ങളുടെ ചോയ്സ്. ഇതിനായി ഡോക്ടർ അഗർവാൾസ് ഓഫേഴ്സ് പെയിൻലെസ് സ്വിച്ചർലെസ് ഐ സർജറി സെയിം ഡേ ഡിസ്ചാർജോടെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്റെ ഒരു മൂവിയില് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. ഇപ്പൊ കളറായി. അല്ല, അത് പറഞ്ഞപ്പോഴാ ഈ കതിരീഷ് അവിടെ പോയി? നമ്മുടെ കദ്രീഷ് നമ്മുടെ സോമൻ ചേട്ടന്റെ കടയിൽ പോയിരിക്കുക. ഏത്? നമ്മുടെ ബാർബർ സോമന്റെ കടയിലോ? നിങ്ങൾ ബാർബർ ഒന്നും പറയാതെ. ഇപ്പം സോമൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആരാ? സോമൻ മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്.
മേക്ക് ഓവർ സ്റ്റുഡിയോയോ? ദൈവമേ, അപ്പൊ ഒന്ന് കാണണല്ലോ. അല്ല, ഈ കതിരീശ് അതിന് അങ്ങോട്ട് പോയേ? അവന്റെ കാര്യമൊന്നും പറയണ്ട. കദ്രീഷിന് വട്ടായനാ തോന്നുന്നേ. അവന് എന്താണ്ട് പെണ്ണ് കിട്ടിയെന്ന് വെച്ച് നമ്മുടെ ഫോണും എടുക്കുന്നില്ല. കംപ്ലീറ്റ് അവോയ്ഡാ, ജാടയാ. ഇപ്പൊ 3ാമത്തെ തവണയാ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിലെങ്ങാനും കിട്ടുമോ അവന്? എന്താവോ ആവോ, നമുക്ക് നോക്കാം. ഏതായാലും എനിക്ക് സോമനെയും കാണണം, എനിക്ക് കതിരീഷിനെ ഒന്ന് കാണണം. നമുക്ക് എന്താ വഴിക്ക് പോവാം. വാ, നമുക്ക് പോവാം. രാവിലെ ഹലോ, സോമൻസ് മേക്ക് ഓവർ. എന്റെ അമ്മയെ ഗൗരവമാണല്ലോ. വളർത്താനാണോ കൊല്ലാനാണോ ദൈവത്തിനറിയാം. കൊത്തിപൂർവ്വം പ്രവർത്തിക്കല്ലേ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഹലോ, സോമൻസ് മേക്ക് ഓവർ സ്റ്റുഡിയോ തന്നെയല്ലേ? അല്ല, 17-ാം തീയതി എന്റെ കല്യാണമായിരുന്നു. അപ്പൊ എനിക്കൊന്ന് മേക്ക് ഓവർ ചെയ്യണം, അതിന് അങ്ങോട്ട് വരാൻ വേണ്ടിട്ടാ. ഇതിനു മുമ്പ് ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ടുള്ള ആളാണോ? അല്ല, ഫസ്റ്റ് ടൈമാ. ആദ്യം സംസാരിച്ചൊരു പെങ്കൊച്ചാണല്ലോ. അത് റിസപ്ഷനിൽ ഇരുന്ന കുട്ടിയായിരുന്നു. അതെന്തോ ആയിക്കോട്ടെ ചേട്ടാ, 17-ാം തീയതി എന്റെ കല്യാണമാണ്. അപ്പം എനിക്ക് സോമൻ ചേട്ടൻ തന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് തരണം. ആലോചിച്ചെടുത്തെടുത്ത തീരുമാനമാണോ? കല്യാണോ? അല്ല, ഈ മേക്കപ്പ് ഇവിടെ ചെയ്യണം ആലോചിച്ചിട്ടെടുത്ത. അയ്യോ, ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ചേട്ടൻ തന്നെ എനിക്ക് മേക്ക് ഓവർ ചെയ്ത് തരണം. പിടിവാശിക്കാരനാണ്. അതെ, ഞാൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. എനിക്ക് റേറ്റ് കൂടും. എത്രയാവും? അത് 20,000 രൂപയോ? 20,000 രൂപയല്ലേ ഉള്ളൂ? 20,000 രൂപ ഞാൻ 17-ാം തീയതി കൊണ്ട് തരുന്നു. ചേട്ടൻ എനിക്ക് മേക്ക് ഓവർ ചെയ്ത് തരുന്നു. അപ്പൊ എല്ലാം പറഞ്ഞോല്ലോ. ഓക്കെ, ബൈ. അയ്യോ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും 20,000 രൂപ കിട്ടിയിട്ട് ഞാൻ എന്താക്കിട്ട് ഉഴപ്പണമെന്ന്. കാര്യമുണ്ട്. ഇവന് 20,000 രൂപ കൊണ്ട് തരും. പിറ്റേ ദിവസം രാവിലെ ഇവൻ കൂട്ടുകാരുമായിട്ട് വന്ന് അത് മേടിക്കും, എന്റെ ഗ്ലാസും തല്ലിപ്പൊട്ടിക്കും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ട് പോകണേ എന്ത് റിസ്കാ. ഹലോ ചേട്ടാ, എന്നെ മനസ്സിലായില്ലേ? കിട്ടുന്നില്ല. മീശ നോക്കുക, അപ്പൊ മനസ്സിലാവും. ഞാൻ എന്റെ കല്യാണത്തിന്റെ ദിവസം ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ പെണ്ണ് ഒളിച്ചോടി പോയി. അതെ, ഇപ്പൊ എന്താണ് ഇറങ്ങിയത്? ഇന്ന് എന്റെ കല്യാണമാണ്, അപ്പൊ ഒന്ന് മേക്കപ്പ് ചെയ്യണം. ഇന്നും കല്യാണം? ഇന്ന് കല്യാണം. എന്റെ കതിരേഷ ഇത് എങ്ങനെ സംഘടിപ്പിക്കുന്നു? അതെന്നറിയോ സോമൻ ചേട്ടാ, ഞാനേ മാട്രിമോണിയിൽ പത്രത്തിലൊരു പരസ്യം കൊടുത്തായിരുന്നു. എന്നായി എഴുതി പിടിപ്പിച്ചിട്ടേ പെണ്ണ് കിട്ടുന്നത്? 48 വയസ്സുള്ള യുവാവ് വധുവിനെ തേടുന്നു എന്നും പറഞ്ഞു കൊടുത്തു. 48 വയസ്സുള്ള യുവാവ്? അതെ, കറക്റ്റ് കേട്ടോ, കറക്റ്റ് ഫിഗറാ 48. പിന്നെ വേറെ ഞാൻ എഴുതി പിടിപ്പിച്ചു. അതെന്നാ? വരന് ഡിമാൻഡ് ഒന്നുമില്ല. അത് വെച്ചിട്ടൊന്നും പ്രയോജനമില്ല. അതെ, പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു പെണ്ണിന്റെ ജീജാജോ എനിക്ക് പ്രശ്നമല്ലാന്ന് എഴുതി. ജീജാജോ ഇല്ലാത്ത പെണ്ണിനെ കേട്ടിട്ട് എന്ത്? അല്ല, എനിക്ക് അവിടെ താല്പര്യമില്ല. ജീജാജോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ താല്പര്യം ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ താല്പര്യം വന്നാൽ സംഭവം ഇല്ലെങ്കിൽ പണി പാളും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ജീജാജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ല, ജാതി, ജോലി, അത് പെണ്ണിന് എനിക്ക് പ്രശ്നമല്ല. അതായിരുന്നല്ലേ? അതാണ്. അല്ല, ഞാനും പിന്നെ ഞാൻ ബ്രാക്കറ്റിൽ വേറെ അഡീഷണൽ വേറെ സംഭവം എഴുതി ചേർത്തു. അതെന്നാ? വേണ്ടി വന്നാൽ ദത്തും നിൽക്കും. നെല്ലിപ്പല കണ്ട് നിൽക്കുമല്ലേ കതിരേഷ്? 48 വയസ്സായല്ലോ. ഇപ്പൊ നമ്മളെ ഒരുപാട് ഡിമാൻഡ് ചെയ്തിട്ട് അത് കാര്യമില്ല. പെണ്ണിന്റെ പേരെന്താന്ന് പറഞ്ഞു? ശോഭ. ഓ, കിടുക്കൻ പേരാണല്ലോ ശോഭ. പേര് മാത്രല്ല ശോഭ, ശോഭനെ കാണാൻ അടിപൊളിയാണ് ശോഭ. ഇതിനെ പോലെ ഒന്നുമല്ല ശോഭ, പിന്നെ മീനെ പോലെയാണ് ശോഭ. അതിനെ ചെതമ്പലുണ്ട് ശോഭയ്ക്ക്. മീനെ പോലെ ഇരിക്കും. ഇവിടെ തമിഴ് സിനിമ നടി മീനെ പോലെ ഇരിക്കും. അത്ര മീനയെ പോലെ വ്യക്തമായിട്ട് പറയാനല്ലേ കുഴയും. പിന്നെ ആകപ്പാടെ ഉണ്ടല്ലോ സോമൻ ചേട്ടാ, ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ. എന്താണ്? ഞാൻ ഫസ്റ്റ് മാരേജ് ആണെങ്കിലും പുള്ളിക്കാരിയുടെ 2ാമത്തെ മാരേജ് ആണ്. സെക്കൻഡ് മാരേജ്, പുനർവിവാഹമാണ്. ആദ്യത്തെ എന്താ പറ്റി? ആദ്യത്തെ തന്റേതല്ലാത്ത കാരണത്താൽ പിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. മിക്കവാറും ഞാനിത് വായിച്ചു കാണുന്നുണ്ട്. തന്റേതല്ലാത്ത കാരണം. ശോഭയുടെ തിരക്ക് ഇത് എന്താ കാരണം? ശോഭയോട് ഞാൻ ചോദിച്ചു തന്റേതല്ലാത്ത കാരണത്തെ എന്താന്ന് ചോദിച്ചു. പറഞ്ഞു അത് തന്റെ കാരണമല്ലോ. പിന്നെ താൻ അതിൽ പിടിച്ച് തോന്നേണ്ട കാര്യമില്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ശോഭ എന്നെ വിളിക്കണ എന്നാന്നറിയോ? അതെന്നതാ? മോനൂട്ടാന്ന് എന്നെ വിളിക്കുന്നത്. ഒരു കൂട്ടാനോ? മോനൂട്ടാന്നാണ് ഞാൻ പറഞ്ഞത്. മോനൂട്ടാന്നാണ് എന്നെ വിളിക്കുന്നത് ശോഭ. പിന്നെ വേറെ സംഭവം എന്താണെന്നറിയോ? ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലേ ശോഭ എന്നെ കൊണ്ടുപോവാ. എങ്ങോട്ട്? കാനഡയ്ക്ക് കൊണ്ടുപോകും.
കാനഡയ്ക്കോ? ആ ശോഭ കാനഡയിലാണ്. കതിരേശ് ലോട്ടറി പുളിങ്കൊമ്പലാണ് ഞാൻ പിടിച്ചത്. കതിരേശ് പിടിച്ചാ പുളിങ്ങമ്പായിരിക്കും. 48-ാം വയസ്സിൽ കയറി പിടിക്കും. അതെ അതെ. കാനഡയിൽ ചെന്നപ്പോ കതിരേശിന് അവിടെ ജോലി സെറ്റ് ആക്കിയിട്ടുണ്ടോ? അല്ല എനിക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ശോഭ ഉണ്ട് പറഞ്ഞത് മോനൂട്ടം വീട്ടിലിരുന്നാ മതി, ശോഭ വർക്കിന് പോക്കോളാം എന്നാണ് പറഞ്ഞത്. മോനൂട്ടം വീട്ടിലിരുന്നാ മതി. അത് കൊള്ളാം. പിന്നെ ശോഭ വർക്കിന് പോകുമ്പോ വീട്ടിലെ ശോഭയുടെ ആദ്യത്തെ കല്യാണത്തിൽ 2 ട്വിൻസ് പിള്ളേരുണ്ട്. ആദ്യത്തെ കുട്ടികൾ. പിള്ളേരുടെ കാര്യം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഒന്ന് കൊച്ചിനെ നോട്ടം. പിന്നെ അതുപോലെ തന്നെ ശോഭ വർക്കിന് പോകുമ്പോ പിള്ളേരുടെയും ശോഭയുടെ ഒക്കെ ഡ്രസ്സ് ഒക്കെ ഒന്ന് കഴുകണല്ലോ, വീടല്ലേ. 2 തുണിയല്ലേ അത്. പിന്നെ അതുപോലെ തന്നെ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഒന്ന് ക്ലീനിങ്. പിന്നെ അതുപോലെ തന്നെ ശോഭയ്ക്ക് അവിടെ 3 പട്ടിയുണ്ട്. അത് പറ, ഈ പട്ടി എപ്പോ വരുമെന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുവല്ലോ. പട്ടിയും കൂടെ വന്നപ്പോ സംഭവം ഫിൽ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താ അറിയാമല്ല, താലി കെട്ടാൻ 11:30 നിങ്ങൾ ടെൻഷൻ വേണ്ട. ടെൻഷൻ ഞാൻ പറഞ്ഞാണ് ടെൻഷൻ വരാനുള്ള വഴി. ശോഭ വിളിക്കണം പറഞ്ഞപ്പോഴത്തെ ആ ശോഭ പറ മോനൂട്ടനാണ്. ശോഭ ഇച്ചിരി അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ സോമൻ ചേട്ടാ, നിങ്ങൾ ചെയ്ത മേക്കപ്പ് മാച്ച് കളഞ്ഞാരെ എന്റെ കല്യാണം നടക്കിയല്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ തന്റേതല്ലാത്ത കാരണത്താലാണ് അവർ പിരിഞ്ഞെന്ന്. ആ കാരണം എന്താന്ന് മനസ്സിലാക്കി ശോഭയും ശോഭയുടെ ഭർത്താവും കൂടെ ഒന്നിക്കാൻ വേണ്ടി പോവുകയെന്ന്. അയ്യോ, അപ്പൊ കതിരേശിന്റെ കല്യാണം? എന്റെ കല്യാണം ഇന്ന് നടന്നില്ല. ഇനി എന്റെ കല്യാണം 60-ാമത്തെ വയസ്സിലേ നടക്കുള്ളൂ. 60-ാമത്തെ വയസ്സാണ് കല്യാണം നടക്കണമെങ്കിൽ അത് കല്യാണമല്ല, പിന്നെ നിന്റെ ഷഷ്ടി പൂർത്തി. കതിരീഷേ, എടാ കതിരീഷേ, നീ ഡെസ്പ് ആവാതടാ. നമുക്കെല്ലാം ശരിയാക്കാം. ശോഭ പോയ പ്രഭ, ഇനി പ്രഭ പോയാലോ മീര. ഇനി അവരാരും വന്നില്ലെങ്കിലോ? എടേ ആരെങ്കിലും ഒക്കെ കിട്ടൂടാ മോനെ നിനക്ക്. നീ ഒന്നില്ലല്ലോ ഞങ്ങളുടെ മിസ്റ്റർ കേരള അല്ലടാ മുത്തേ. പിന്നെ ഇപ്പോഴാണ് ഓണം മൂഡ്. ആൾക്കാരെല്ലാവരും ഓണം സെലിബ്രേഷൻ ചെയ്യുന്നു. സിമ്പിൾ ബോയ്സ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം കണക്കാക്കി നമുക്കൊന്ന് ശരിക്കൊന്ന് പൊലിപ്പിച്ചാലോ? എന്താണ് നീ പറയുന്നത് അഭിപ്രായം? എൻ്റെ പൊന്നു ബായി, ഓണമായിട്ട് വെറുപ്പിക്കരുത് പ്ലീസ്. എന്താ പാട്ട് പാട്ടിടണോ? ഇപ്പൊ പറ മാറ്റി തരാം. ചേട്ടാ ആ മറ്റേ പാട്ടിട്ടെ. വന്നല്ലോ മുറ്റത്ത് മാവേലി പൂവേ പൂക്കളമിട്ടല്ലോ ഓണസദ്യ കേട്ടണ്ടേ പായസം കൊറ്റണ്ടേ പായസം കുച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. മാവേലി വന്നേ മാവേലി പോണേ മാവേലി വന്നേ മാവേലി പോണേ